സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ബഹുമാനമുള്ള നേതാക്കന്മാരും മുസ്ലിം ലീഗിൻ്റെ ബഹുമാനപ്പെട്ട നേതാക്കന്മാരും പ്രത്യേകിച്ച് ഈ ഇരിക്കുന്നവരൊക്കെ കൂടിയിട്ട് എപ്പോഴും ഇങ്ങനെ ചർച്ച ചെയ്യാറുണ്ട്. പല വിഷയത്തെ പറ്റി ചർച്ച ചെയ്യാറുണ്ട്. അത് പൊതുവെ ഒരു വലിയ കുടുംബങ്ങളാവുമ്പോൾ അങ്ങനെ ഉണ്ടാവുമല്ലോ, പല സ്വരച്ചേർച്ച കുറവോ അതല്ലെങ്കിൽ ചില ചില്ലറ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം അത് പറഞ്ഞു തീർക്കൽ പഴയ കാലം മുതലേയുള്ളൊരു പരിപാടി, ഇപ്പോൾ തുടങ്ങിയതല്ല. മുമ്പ് തന്നെ ബഹുമാനപ്പെട്ട ശംസുലുമായുള്ള കാലം മുതൽ, പണ്ഡിത്തുസ്താദുള്ള കാലം മുതലൊക്കെ ഈ സംഭവങ്ങളുണ്ട്. ഒന്നിച്ചു കൂടലും, ഇനി ഒരു പ്രശ്നമില്ലെങ്കിലും ഒന്നിച്ചു കൂടലുണ്ട്. അങ്ങനെ ഒന്നിച്ചു കൂടി ഇന്ന് സൗഹാർദ്ദം ഒന്ന് പുതുക്കി പോവുക, അത് അണികളിലെ ഒരു ഈ സംഘടന സംബന്ധിച്ചുള്ളൊരു വിശ്വാസവും ഈ കെട്ടുറപ്പൊക്കെ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഞങ്ങൾ ഇവിടെ 2-3 പ്രാവശ്യം ഇവിടെ തന്നെ ഇരുന്നിട്ടുണ്ട്. പൂക്കോടൻ ലോഡ്ജിൽ ഇരുന്നിട്ടുണ്ട്. നമ്മളെ കോഴിക്കോട് എന്താണ് ഹൈസന, അവിടെ ഞങ്ങൾ 4-5 പ്രാവശ്യം ഇരുന്നിട്ടുണ്ട്. ഈ ഇരിക്കുന്ന ആളുകളൊക്കെ ഒന്നിച്ച് പല പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മള് കുറേ ആള് 2 വിഭാഗം എന്ന് പറഞ്ഞത് സമസ്തയിലില്ല. അത് അങ്ങനെ മനസ്സിലാക്കേണ്ടത് തെറ്റാണ്. അപ്പോൾ പരസ്പരം അങ്ങും ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതായ പിന്നെ പ്രവർത്തകരും നേതാക്കന്മാരെയൊക്കെ വിളിച്ച് ബഹുമാനപ്പെട്ട തങ്ങളുടെയും കുഞ്ഞാടി സാഹിബിൻ്റെ ഒക്കെ നേതൃത്വത്തിൽ, സമസ്തനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇന്ത്യ അബ്ദുസാഹിൻ്റെ ഒക്കെ നേതൃത്വത്തിൽ അവരെ വിളിച്ച് ചില ഉപദേശങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളൊരു സന്ദർഭം ഒരുക്കിയതായിരുന്നു. അത് ഇന്ന് ചില വിഭാഗങ്ങൾക്ക്, ചില ആളുകൾക്ക് വരാനെന്താ ചില അസൗകര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അടുത്തൊരു ദിവസത്തേക്ക് ഞങ്ങളത് നീട്ടിവെച്ചിട്ടുണ്ട്. അടുത്ത ദിവസം ഇൻഷാ അല്ലാഹ് അത് നടക്കുകയും ചെയ്യും. അങ്ങനെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയും മുസ്ലിം ലീഗൊക്കെ പഴയ കാലത്തുള്ളതുപോലെ ഒറ്റക്കെട്ടായിട്ട് യാതൊരു നിലക്കുള്ള ഭിന്നിപ്പില്ലാതെ ഒന്നിച്ചു പോവുകയും ചെയ്യും. അതിൽ യാതൊരു സംശയമില്ല. അത് ഈ മഹാന്മാരാവുന്ന നേതാക്കന്മാരെയൊക്കെ മുൻനിർത്തിക്കൊണ്ടിട്ട് ഞാൻ പറയാണ്, അങ്ങനെ തന്നെയാണ് ഇവിടുത്തെ ചരിത്രം അങ്ങനെയുള്ളത്. അതൊക്കെ അതേപോലെ തന്നെ നടക്കും, അതേപോലെ തന്നെ മുന്നോട്ട് പോകും. അപ്പോൾ ഇവിടെ ഏതായാലും ഞങ്ങൾ കൂടി ബഹുമാനപ്പെട്ട തങ്ങളുടെ വിവരങ്ങൾ, അതിൻ്റെ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്ന് ഇപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ. പക്ഷെ അത് കൂടിയിരുന്ന് ആലോചിച്ച് അതിൻ്റെ പരിഹാരം കാണുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഞങ്ങളെപ്പോഴും കൂടാറുണ്ട്. അപ്പോഴും നിങ്ങളോട് പറയാറില്ല. ഇന്ന് രാവിലെ മുതൽ ഞങ്ങൾ എങ്ങനെ വിവരം അറിഞ്ഞിട്ട് വരൽ തുടങ്ങി. അപ്പോൾ ഏതായാലും ഇപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് 3 മണിക്ക് ഞങ്ങളിവിടെ കൂടി. അതിൽ എല്ലാവരെയും വിളിച്ചു ചേർത്തിരുന്നു. ഇതിൽ വിമത വിഭാഗം എന്നോ ഔദ്യോഗിക വിഭാഗം എന്നോ എന്നുള്ള ചേരിതിരിവില്ല. നിങ്ങൾ ഏതോ ചാനലുകളിൽ അങ്ങനെ പറഞ്ഞു എന്ന് എനിക്ക് ശ്രദ്ധയിൽപ്പെട്ടത് തെറ്റാണ്. എല്ലാവരും ഔദ്യോഗിക വിഭാഗം തന്നെയാണ്. ആ ഔദ്യോഗിക വിഭാഗത്തിൽപ്പെട്ട എല്ലാവരെയും അഭിപ്രായ ഭിന്നതകളൊക്കെ സ്വാഭാവികമാണ്. അതിൽ കുറച്ച് ആളുകൾ വന്നു, കുറച്ച് ആളുകൾക്ക് വരാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഏതായാലും ഇനിയും പ്രശ്നങ്ങൾ സമ്പൂർണ്ണമായിട്ടും പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. അതിനു വേണ്ടിയാണ് നമ്മൾ ഇല്ലാത്ത സമയമൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. അത് എല്ലാവരും ആഗ്രഹമാണ്, പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്നുള്ളത്. അത് കേരളത്തിലെ എങ്ങനെ അത് ഇനി ഉണ്ടാവില്ല. അതിപ്പോ നാളെ മുഷാവറല്ല, അതിന് മുമ്പ് ഉണ്ടാവും. മറ്റന്നാളെ മുഷാവർ ഇതുമായിട്ട് ബന്ധമുള്ള ചർച്ച അല്ല. ഇത് മുഷാവറിന്റെ മുമ്പ് തന്നെ എത്രയോ മാസങ്ങൾക്ക് മുമ്പ്, അവരുടെ മാസം മുമ്പ് ഞങ്ങൾ തീരുമാനിച്ചു. ഇതിപ്പോ ഇവിടെ ഈ ഹോട്ടലിൽ ഈ റൂമിൽ 3 പ്രാവശ്യം ഞങ്ങൾ ഇവിടെ ഇരുന്നിട്ടുണ്ട്. പിന്നെ 27-ാം തീയതി കൂടാമെന്ന് എനിക്കൊരു അസൗകര്യം ഉണ്ടായത്. 28-ാം തീയതി തങ്ങൾക്കൊരു അസൗകര്യം ഉണ്ടായി. പിന്നെ തങ്ങൾ പോയതിന്റെ ശേഷം കുഞ്ഞാടി സാഹിബും ഞാനും MT സാഹിബ് ഞങ്ങളും കൂടി ഇരുന്നൊന്ന് സംസാരിക്കാന്ന് വെച്ചു. തങ്ങളോട് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ സംസാരിക്കും. തങ്ങൾ പറഞ്ഞു ആയിക്കോട്ടെ, ഞാൻ വന്നതിന് ശേഷം ബാക്കി നമുക്ക് സംസാരിക്കാന്ന് പറഞ്ഞു. അപ്പൊ അല്ല, ഞങ്ങൾ അതിന് ശേഷം ഇരുന്നിട്ട്